ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു ഗീ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് കൈമ റൈസ് പച്ചരിയാണ്. നല്ല ബ്രാൻഡ് ഏത് പച്ചരിയും നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാൻ എടുക്കാവുന്നതാണ്. 2-3 പ്രാവശ്യം നന്നായി കഴുകി എടുത്തുകൊണ്ട് വരാൻ നമുക്ക് ഈ സമയത്ത് നമ്മൾ വലിയൊരു കടായി അടുപ്പത്ത് വെച്ചിരുന്നു. 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം അത് വറുത്ത് കോരാം. പകുതി വറുത്ത് വരുമ്പോൾ നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉണക്കമുന്തിരി ചേർക്കാം. ഇപ്പോൾ രണ്ടും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതേ എണ്ണയിലേക്ക് 2 സവാള നൈസായി സ്ലൈസ് ചെയ്തെടുത്തത് നമുക്കിത് നന്നായി വറുത്ത് കോരാം. പെട്ടെന്നൊന്ന് വറുത്ത് വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ കളറൊക്കെ എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ചേർക്കാം. ബാക്കിയുള്ള എണ്ണയിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് അതിലേക്ക് ഒരു വലിയൊരു കഷ്ണം പട്ടയും 4 ഏലക്കയും 6 ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ആദ്യം. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഈ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് 2 മിനിറ്റ് നേരം നന്നായി ഇളക്കിയൊന്ന് ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 6-7 മിനിറ്റ് നേരം കൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പകുതി വേവായിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റാണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് അടച്ചു വെച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് വിതറി കൊടുക്കാം. കാഷ്യൂ നട്ട്സും മുന്തിരിയും നമ്മൾ വറുത്ത് വെച്ചത് ചേർക്കാം.
ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്നത് അടച്ചു വയ്ക്കാം. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഗീ റൈസ് ഇവിടെ തയ്യാറായി. ചൂടോടുകൂടി നമുക്ക് അച്ചാറിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. വളരെ രുചികരമായ ഈ ഗീ റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.